നമ്മുടെ മാർക്കറ്റിൽ സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റാത്ത തരത്തിൽ വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ടല്ലോ. അത് നിയന്ത്രിക്കാൻ കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള മാർഗം സർക്കാരിന്റെ സംരക്ഷണയിൽ നിയന്ത്രിച്ച വിലയിൽ ഒരു വിതരണ സംവിധാനം ഒരുക്കുക എന്നതാണ്. അതിനാണ് കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ ഒക്കെ. അങ്ങനെ സർക്കാർ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പൊതുവിതരണം നടത്തുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ സർക്കാരിന് വല്ലതും അങ്ങോട്ട് തരണേ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത് എന്തൊരു എക്കണോമിക്സ് ആണ് സാർ? ഇനി മുതൽ പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കി. സപ്ലൈകോ സ്വയം പര്യാപ്തമാണ്. എല്ലാ മാസവും ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി ഞങ്ങൾക്ക് ഇനി വേണ്ട, ഞങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് വേണമെങ്കിൽ തരാം എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് സപ്ലൈകോ ഇനി സ്വകാര്യ സ്ഥാപനം പോലെ അങ്ങ് പ്രവർത്തിച്ചോളാൻ. കുരുട്ടു ബുദ്ധി തന്നെ. അങ്ങനെ സപ്ലൈകോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ? കഴിഞ്ഞ ദിവസം ഉണ്ടായ വിചിത്രമായ മറ്റൊരു സംഭവമാണ് കഴിഞ്ഞ കാലങ്ങളിൽ സൗജന്യമായി ആശുപത്രിയിൽ നടത്തിയിരുന്ന ടെസ്റ്റുകൾക്ക് വില ഏർപ്പെടുത്തിയത്. സൗജന്യമായിരുന്നതിന് വില ഏർപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വല്ല 5 or 10 ആക്കിയെന്ന്. അല്ല, 300 800 രൂപയൊക്കെയാണ് ഒറ്റയടിക്ക് ടെസ്റ്റുകൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ നല്ല മാസ് പ്രതിഷേധം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നു. ഇതിൽ വല്ലതും പറയാനുണ്ടോ? ഏതായാലും പരിഹാരം കാണുമെന്ന് ആശുപത്രി അധികൃതർ പ്രതിഷേധിച്ചവരെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടറിയാം. ഇങ്ങനെ ജനങ്ങളുടെ ക്ഷേമത്തിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സർക്കാർ ഒരുക്കുന്ന ഓരോ സംവിധാനവും പൊളിക്കുന്നത് പോരാത്തത് കൊണ്ട് ലൈഫ് മിഷൻ വഴി നൽകിക്കൊണ്ടിരുന്ന വീടുകളിൽ ഇനി ഔദാര്യത്തിന്റെ മുദ്ര പതിപ്പിക്കണം എന്നുമുണ്ട് തീരുമാനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് തന്നതാണ്, അത് ഓർമ്മ വേണം എന്ന ശരീരയിൽ ജീവിച്ചോളാൻ ജനങ്ങളോട് പറയുകയാണ് സർക്കാർ. അപ്പോൾ ആരും മറക്കില്ലല്ലോ BJP സർക്കാരിന്റെ വാഴലും UDF സർക്കാരിന്റെ വഴങ്ങലും. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. ഈ വന്ദേ മാതരം പാടണമെന്ന് പറയേണ്ട താമസം അത് മുഴുവനായി പാടുകയാണ് കോൺഗ്രസ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി AICC ആസ്ഥാനത്ത് നടന്ന ഗാനാലാപവും മറ്റു കോപ്രായങ്ങളും എല്ലാരും കണ്ടതാണല്ലോ. വന്ദേ മാതരം ബാക്ക്ഗ്രൗണ്ടിൽ ഗായകർ പാടുന്നു. പൊതുവിൽ അംഗീകരിച്ച ആദ്യ 2 ചരണം കഴിഞ്ഞ് തുടർന്നും പാടുന്നു. സോണിയാജി ഞെട്ടുന്നു. ആരടാ ഇത് ചെയ്തത്? സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് സോണിയാജി. ചുമ്മായിരി, പാടിക്കോട്ടെ, വിഷയമാകും എന്ന് ആംഗ്യം കാണിക്കുന്ന ഖാർഗേജി. ഈ പാടുന്ന പാട്ട് ഏതാണ്? എന്തിനാണ് ഇന്ന് രാവിലെ എല്ലാരും കൂടി എണീറ്റ് നിന്ന് പാട്ട് പാടുന്നത് എന്നുപോലും അറിയാതെ ആലോചിച്ച് നിൽക്കുന്ന നിഷ്കളങ്കൻ രാഹുൽജി. സംഗതി മുഴുവൻ പാടുമ്പോൾ തടസ്സപ്പെടുത്തുന്നവർക്ക് നേരെയും നിയമ നടപടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് പറയുന്ന മറ്റൊരു വാദമാണ് സ്റ്റോപ്പ് എന്നല്ല, മുഴുവൻ പാടിയിട്ട് നിർത്തിയാൽ മതി, ഇപ്പോ 4 കസേര ഇങ്ങോട്ട് എടുത്തിട് എന്നാണ് സോണിയാജി ആക്ഷൻ കാണിച്ചതെന്ന്. വേറെ ലെവൽ വിശദീകരണം തന്നെ. അയ്യോ ദേ സാറ്, ദേശീയ ഗാനത്തിന് മാത്രമേ നിർബന്ധമുള്ളൂ, ദേശഭക്തി ഗാനങ്ങൾ ഏത് വേണമെങ്കിലും പാടാം. സാർ ഇതിനൊക്കെ പ്രത്യക്ഷപ്പെടും. നേരത്തെ ചോദിച്ച ടെസ്റ്റുകളുടെ വില കൂടിയ കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരതം മുഴുവൻ പാടിയിട്ടുണ്ട്. അല്ല, അംഗീകരിച്ചിട്ടുള്ള ഒരു പാട്ട് മുഴുവൻ പാടുന്നതിൽ എന്താ എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നാം. അത് വേറൊന്നുമല്ല, ആദ്യത്തെ 2 ചരണമാണ് നമ്മൾ ദേശീയ ഗീതമായി അംഗീകരിച്ചിട്ടുള്ളത്. പാട്ടിന്റെ ബാക്കി ഭാഗത്ത് ഹിന്ദു ദേവതമാരായ ദുർഗ, സരസ്വതിയെയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. നാനാമതസ്ഥർ സാഹോദര്യത്തോടെ വാഴുന്ന നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ചരണഭാഗം കൂടി ആലപിക്കണ്ട എന്ന് വെച്ചത് 1950 തന്നെ ഭരണഘടനാ അസംബ്ലിയിലാണ്. ഈ ഗാനം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ള ടാഗോറും അവസാന ചരണങ്ങൾ ഒഴിവാക്കുന്ന കാര്യം അംഗീകരിച്ചു. അങ്ങനെ വലിയ ചരിത്രമൊക്കെ ഇതിന് പിന്നിലുണ്ട്. ചുമ്മാ മുഴുവൻ പാടുന്നതല്ല ആരും, വലിയ രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടെ തന്നെ പാടുന്നതാണ് എന്ന് സാരം. ഇത് തന്നെ കണ്ടില്ലേ, കോഴിക്കോട് കോർപ്പറേഷനിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ പോലും അതിനിടയിൽ കയറി വന്ദേ മാതരം മുഴുവൻ പാടുന്ന BJP കൗൺസിലർമാർ. അല്ല, ദേശീയ ഗാനമായ ജനഗണമന പാടുന്നതിനിടയിൽ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് അനാദരവല്ലേ? എന്തായാൽ എന്ത് എന്നാണല്ലോ ഇപ്പൊ.
ദേണ്ട കിടക്കുന്നു അടുത്തത്. ആയിരം അഭിവാദ്യങ്ങൾ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് വോട്ടേഴ്സ് സിന്ദാബാദ്. യൂത്ത് വോട്ടേഴ്സ് സിന്ദാബാദ്. ഇതിനൊക്കെ ഇടയിലാണ് മെറ്റയുടെ സഹായത്തോടെ ചില മുക്കൽ നടക്കുന്നത്. ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് ഒക്കെ നിയന്ത്രിക്കുന്ന കമ്പനിയാണ് മെറ്റ. നമ്മുടെ മുഖ്യനെ കുറിച്ച് ഏതെങ്കിലും വിമർശനം ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ മെറ്റ അത് പതുക്കെ എടുത്ത് കാട്ടിൽ കളയുന്ന രീതിയാണ് ഈ ആഴ്ച നടന്നുകൊണ്ടിരുന്നത്. അതായത് വിമർശന സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല എന്ന്. നമ്മുടെ കൈരളിയുടെയും പോസ്റ്റുകളും കാർഡുകളും ഒക്കെ മുക്കിക്കളഞ്ഞു മെറ്റ. എന്തൊരു തോന്നിയാസമാണല്ലേ. വലിയ പ്രതിഷേധവും നാണക്കേടും ആയപ്പോൾ പറയുന്നു സാങ്കേതിക പിഴവാണെന്ന്. ഒരാളെ കുറിച്ച് പറയുമ്പോൾ മാത്രം വരുന്ന സാങ്കേതിക പിഴവിനെ വിളിക്കുന്നത് ആ പേരല്ല. ഇതൊക്കെ എത്ര നാൾ ഓടും ജി? കള്ളങ്ങൾക്ക് മീതെ കള്ളങ്ങൾ പറഞ്ഞാൽ എന്നെങ്കിലും അത് സത്യമാകുമെന്നാണ് സതീശൻ സാറ് കരുതുന്നതെങ്കിൽ തെറ്റി. എന്നെങ്കിലും അത് വെളിപ്പെടുകയാണ് ചെയ്യുക. ഓർമ്മയുണ്ടോ അന്ന് തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ അങ്ങ് പറഞ്ഞത്? തന്റെ ഓഹരി MSCക്ക് കൈമാറുന്ന കാര്യം സർക്കാരിനെ അറിയിക്കാത്ത അദാനിക്ക് സർക്കാരിന്റെ അസംതൃപ്തി അറിയിച്ചുകൊണ്ട് നോട്ടീസ് നൽകി എന്നൊക്കെയാണ്. അതിനുശേഷം അവർ മറുപടി നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നോട്ടീസും അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് വിവരാവകാശ രേഖ വഴി പുറത്തു വന്നു. അദാനിയെ എങ്ങനെ പിണക്കും അല്ലേ? വേണ്ടപ്പെട്ടവരല്ലേ? ഇത് പറഞ്ഞതുകൊണ്ട് ഇനി നമ്മുടെ ഈ എപ്പിസോഡ് മുക്കുവോ എന്ന് കണ്ടറിയാം. ഏതായാലും ദിവസങ്ങളിൽ സംഭവങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുന്നേയില്ല. സമയമുണ്ടല്ലോ, വഴിയെ പറയാം.